പാലക്കാട് നിന്ന് നമുക്ക് എറണാകുളത്തേക്ക് പോകാം. കൊച്ചി കോർപ്പറേഷനിലെ LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. LDF 11 മണിക്കും BJP 3 മണിക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസ് ഇന്നലെ 40 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഗുഡ് മോർണിംഗ്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. ഏത് രീതിയിലാണ് അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്? LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികളെ ഇന്നറിയാമെന്ന് പറയുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാകുന്നു. LDF 11 മണിക്കാണ് LDFന്റെ പ്രഖ്യാപനം ഉണ്ടാവുക, സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാവുക. BJPയുടെ സ്ഥാനാർത്ഥികളെ 3 മണിക്ക് ഇന്ന് പ്രഖ്യാപിക്കും. നവമി ദിനേശ് ചേരുന്നു. നവമി, കൂടുതൽ വ്യക്തമാകുന്നു ചിത്രം. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണമാകട്ടെ? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി UDF പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ തന്നെയാണ് 40 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതിൽ വനിതാ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് 3 സ്വതന്ത്രമായിട്ടുള്ള വനിതാ സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരെല്ലാം മുൻനിർത്തി തന്നെയാണ് UDF ശക്തമായിട്ടുള്ളൊരു പോരാട്ടം കാഴ്ചവെക്കാനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ നേരത്തെ തന്നെ UDF എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുവാനും വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴുള്ളത് അയ്യപ്പൻകാവ് ഡിവിഷനിലാണ്. ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് ജോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം രാവിലെ തന്നെ പ്രചാരണം തുടങ്ങി. എനിക്ക് തോന്നുന്നു ആദ്യം പ്രചാരണം തുടങ്ങിയത് ദീപക് ജോയ് തന്നെയാണ്. വൈപ്പിലെ കഴിഞ്ഞ പ്രാവശ്യം വൈപ്പിൻ നിയമസഭയിലേക്ക് മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ് ദീപക് ജോയ്. നമുക്ക് ദീപക് ജോയിയോട് തന്നെ കൂടുതൽ ചോദിക്കാം. നേരത്തെ തന്നെ ഇത്തവണ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ വൈകിട്ട് വന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി പ്രവർത്തകരും ആവശ്യത്തിലാണ്. അപ്പോൾ ശക്തമായ വിജയം ഉണ്ടാവും. അയ്യപ്പൻകാവ് പരിചിതമായിട്ടുള്ള ഒരു ഡിവിഷൻ തന്നെയാണ്. ഇവിടെയുള്ള വോട്ടർമാരെല്ലാവരും എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും എനിക്ക് വളരെ അടുത്ത് നിൽക്കുന്ന വോട്ടർമാരാണ്. ഒരു തവണ എന്നെ തെരഞ്ഞെടുത്തവരാണ്. അപ്പോൾ എന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. വീണ്ടും മത്സരിക്കുകയാണ്. പിന്നെ ഈ ഡിവിഷനിൽ പുതിയ ഡീലിമിറ്റേഷനിൽ ഈ ഡിവിഷന്റെ അത്രയും ഭാഗം തന്നെ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വലിയൊരു ഡിവിഷനായി മാറി. അപ്പോൾ ആ ഭാഗത്തുകൂടി പുതിയതായി ഇറങ്ങുകയാണ്. അപ്പോൾ സുനിശ്ചിതമായ വിജയം ഉണ്ടാവും. ഒപ്പം കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ പ്രാവശ്യം കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നഷ്ടമായത്. ഇത്തവണ കോർപ്പറേഷൻ പിടിക്കാനുള്ള കഠിന പ്രയത്നം തന്നെയാണല്ലോ കോൺഗ്രസ്. തീർച്ചയായിട്ടും അത് പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ നേതൃത്വത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ വോട്ട് ചേർക്കൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ആത്മവിശ്വാസമുണ്ട്. അത് വോട്ടർമാർ കാണും. നല്ല വിജയം ഉണ്ടാവും. ഏതൊക്കെ വികസനം, എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തവണ പ്രചാരണത്തിന് ഇറങ്ങുന്നത്? പ്രത്യേകിച്ച് LDFനെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സമൃദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് LDF മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും സമൃദ്ധി പോലെയുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം UDFന്റെ ഭരണമാണ്. UDF ഭരണത്തിൽ സ്മാർട്ട് സിറ്റി നേടിയെടുത്തത് കൊച്ചി നഗരസഭയിൽ ഇന്ത്യയിൽ തന്നെ 100 നഗരങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ 5ാം സ്ഥാനത്തായിട്ടാണ് സ്മാർട്ട് സിറ്റി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ആ ഭരണസമിതി കൊണ്ടുവന്ന നേട്ടങ്ങളാണ് ഇന്നത്തെ ഭരണസമിതിയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സ്മാർട്ട് സിറ്റി 2000 കോടി രൂപയോളം അന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്നിട്ടുള്ളതാണ്. ആ പദ്ധതി അല്ലാതെ തന്നെ പുതിയതായി ഒരു പദ്ധതി പോലും കാണിക്കാൻ സാധിച്ചിട്ടില്ല, സമൃദ്ധി ഒഴികെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും UDFന് സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നതും അതുപോലെ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. ഇപ്പോഴത്തെ ഈ നഗരസഭാ മന്ദിരം ഈ ഡിവിഷനിലാണ്. നഗരസഭാ മന്ദിരത്തിന് സ്ഥലം അനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. കേവലം 1 ലക്ഷം രൂപയ്ക്കാണ് അന്ന് സർക്കാർ ആ വില നിശ്ചയിച്ചു കൊടുത്തത്. അതിനുശേഷം വീണ്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ വീണ്ടും ഇതിന് ടെൻഡർ നടപടികൾക്ക് വേണ്ടി ക്യാബിനറ്റ് ഡിസിഷൻ എടുത്താണ്. അതിനകത്ത് കെ ബാബു വലിയൊരു പങ്ക് വഹിച്ചാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ആ കഴിഞ്ഞ ഭരണസമിതിയിൽ കൊണ്ടുവന്ന
പ്രവർത്തനങ്ങൾ തീർത്തു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഈ ഡിവിഷനിൽ തന്നെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നില്ല. പുതിയതായി ഒരു പൂവിതൾ അംഗൻവാടി കൊണ്ടുവന്നു. സ്ഥലമില്ലാത്ത സ്ഥലത്ത് കേവലം 1.25 സെന്റ് സ്ഥലത്തിലാണ് ആ 3 നില കെട്ടിടം സിംതരുമുക്കിൽ പണി തീർക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ നിരവധി വേസ്റ്റ് കൂന പോലെ കിടന്നിരുന്നതാണ്. 630 ലോഡോളമാണ് അന്ന് വേസ്റ്റ് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് ബ്രഹ്മപുരത്തേക്ക് മാറ്റിയത്. അന്നത്തെ ഭരണസമിതി എടുത്ത തീരുമാനമാണ്. ഹൈക്കോടതി നിർദ്ദേശമുണ്ടായെങ്കിൽ പോലും അന്നത്തെ ഭരണസമിതി അതിന് അപ്പീൽ പോവുകയല്ല ചെയ്തത്. ഈ മാലിന്യം മാറ്റേണ്ടത് കോർപ്പറേഷൻ തന്നെയാണ്. കഴിഞ്ഞ 30 വർഷത്തോളമായി കിടന്നിരുന്ന മാലിന്യമാണ് ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരം. നിങ്ങൾക്ക് പണ്ട് കണ്ടവർക്ക് അറിയാം. അത് ഇപ്പോൾ പൂർണ്ണമായി മാറ്റി അത് ക്ലീനാക്കാൻ ഞാനിരുന്ന സമയത്ത് സാധിച്ചു. അന്നത്തെ ഭരണസമിതി മേയർ സൗമിനി ജയന്റെ വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. SC/ST ഹോസ്റ്റൽ ഈ ഡിവിഷനിലാണ് അന്ന് ഞങ്ങൾ പൂർത്തീകരിച്ചതാണ്. അപ്പോൾ അതെല്ലാം ജനം വിലയിരുത്തും. എന്തായാലും പ്രചാരണം കൊഴുക്കട്ടെ. എല്ലാവിധ ആശംസകളും വിജയം കൈവരിക്കാൻ കഴിയട്ടെ. എന്തായാലും അയ്യപ്പൻകാവ് ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് ജോയിയാണ് ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. കൃത്യമായിട്ടുള്ള വികസന കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കൊച്ചിക്ക് ഇനി എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഇതിന് മുൻപ് തന്നെ ഈ ഡിവിഷനിലുണ്ടായിരുന്നപ്പോൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തു, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഈ കാര്യങ്ങൾ തന്നെയാണ് ഓരോ പ്രചാരണ വേളയിൽ ഓരോ വോട്ടർമാരെയും കണ്ട് ബോധ്യപ്പെടുത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെ കോൺഗ്രസ് കൊച്ചി കോർപ്പറേഷൻ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രചാരണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് അശ്വതി, ഇന്നിപ്പോൾ CPMന്റെ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. 8 സീറ്റ് CPI 8 സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. ഒപ്പം കേരള കോൺഗ്രസിന് 3 സീറ്റുകളിലും ആയിരിക്കും മത്സരിക്കുക. ഇതിന്റെയൊക്കെ സ്ഥാനാർത്ഥികളെ നമുക്ക് ഇന്ന് അറിയാനും സാധിക്കും. ഒപ്പം കോൺഗ്രസിൽ നിന്നും ഉള്ളവരടക്കം LDFിലേക്ക് പോയിട്ടുമുണ്ട്. അതിൽ ദീപാ വർമ്മ, അജി ഫ്രാൻസിസ് എന്നിവരുടെ പേരുകൾ മേയർ സ്ഥാനാർത്ഥിയായി ഉയർന്ന സ്ഥാനാർത്ഥിയാകാനുള്ളൊരു സാധ്യതയുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. അതോടൊപ്പം തന്നെ BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോർപ്പറേഷൻ പിടിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് LDFും ലക്ഷ്യം വെക്കുന്നത്. ശരി, എന്തായാലും വളരെ നേരത്തെ തന്നെ വോട്ടർമാരിലേക്ക് എത്തി അവരുടെ ആശയങ്ങൾ പറയുക, മാക്സിമം വോട്ട് നേടുക എന്നുള്ള ഉദ്ദേശത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അത് കൊടുമുടിയിലേക്ക് എത്തുകയാണ്. ഈ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിലാണ് യോഗം ചേരുക. ആദ്യം KPCC ഭാരവാഹി യോഗവും തുടർന്ന് രാഷ്ട്രീയകാര്യ സമിതിയും ചേരാനാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ വിഷയങ്ങളടക്കം യോഗം ചർച്ച ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തുടർ പ്രതിഷേധങ്ങളും തീരുമാനിക്കും. അതേസമയം KPCC സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പുനഃസംഘടന പൂർത്തിയാകാത്തതും ചർച്ചകളിൽ ഇടം പിടിക്കും.